الحمد لله الذي أنزل آيات بينات وكتابا مبينا بلغة عربي مبين بلسان عربي مبين لعلهم يتقون بلسان عربي مبين ولعلكم تعقلون. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى لقائنا الجديد من لقاءات دروس اللغة العربية لغير الناطقين بها تحت إشراف فهم القرآن على أيسر طريق. ഖുർആൻ പഠനത്തിനുള്ള പവയുടെ കീഴിൽ നടന്നു വരുന്ന ദുറൂസ് അൽ-ലുഗത്തിൽ അറബിയ്യ പഠന പരമ്പരയിലേക്ക് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി ഹാർദമായ സ്വാഗതം. എന്തായിരുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന സബ്ജക്റ്റ്? മഫ്ഊൽ മുത്ലഖ്. മുത്തലഖ് അല്ല, മുത്ലഖ്, നിരുപാധിക ഒബ്ജക്റ്റ്. അപ്പൊ അത് എന്തൊക്കെ പറയും? പ്രധാനമായിട്ടും എന്താണ് ഒബ്ജക്റ്റ് ആയിട്ട് വരിക അവിടെ? മഫ്ഊൽ മുത്ലഖില് പ്രധാനമായിട്ടും എന്താണ്? മസ്ദർ ആയിരിക്കും. അതെ, ക്രിയാധാതുവായിരിക്കും വരിക. അതല്ലെങ്കിൽ പകരം വരുന്ന സംഗതികളെയാണ് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത്. ഖദ് യനൂബു. ഖദ് യനൂബു എന്ന് പറഞ്ഞാൽ സംടൈംസ് ഇറ്റ് വിൽ ബി റെപ്രസെന്റഡ്. നാബനൂബ് എന്ന് പറഞ്ഞാൽ റെപ്രസെന്റ്, പകരമായി വരും. നായിബുൽ മുദീർ, നായിബുൽ ഫായിൽ നമ്മൾ മുമ്പ് പഠിച്ചില്ലേ? അപ്പൊ ഫായിലിന് പകരം വരുന്നത് നായിബുൽ ഫായിൽ. അപ്പൊ നായിബുൽ മുദീർ എന്ന് പറഞ്ഞാൽ അസിസ്റ്റന്റ് അല്ലെങ്കിൽ പകരം വരുന്ന മാനേജർ, അസിസ്റ്റന്റ് മാനേജർ എന്ന അർത്ഥത്തിലും വരും. അസിസ്റ്റന്റ് എന്ന അർത്ഥത്തിലും വരും നായിബുൽ മുദീർ. അപ്പൊ നായിബുൽ മുദീർ അവിടെ ഉണ്ടാവും നേരത്തെ തന്നെ. മാനേജറും അസിസ്റ്റന്റ് മാനേജറും ഉണ്ടാവുമല്ലോ. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഗ്രാമറിൽ വരുമ്പോ പകരം വരുന്നത്. അപ്പം അവിടെ മെയിൻ അവിടെ ഉണ്ടാവില്ല. അത് യനൂബു ചില സമയത്ത്, സംടൈംസിന് പകരം വരും. എന്തൊക്കെയാണ് വരിക? കുല്ലു ബാദ് അയ്യ്. അതിന്റെ എന്തൊക്കെയാണ് വരുന്നതെന്നാണ് പറഞ്ഞത്. അതിൽ ഒന്നാമത് പറഞ്ഞതാണ് കുല്ലു ബാദ് അയ്യ്. ഇതാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. കുല്ലു ബാദ് അയ്യ് വരും എന്ന് പറഞ്ഞു. എന്നിട്ട് അവസാനം പറഞ്ഞ മറ്റൊരു പോയിന്റ് ഉണ്ട്, ലാസ്റ്റ് പറഞ്ഞ അയ്യ നൗമിൻ തനാമു. അയ്യ നൗമിൻ തനാമു എന്നതിൽ എന്താണ് മഫ്ഊൽ മുത്ലഖ്? അയ്യാണ് മഫ്ഊൽ മുത്ലഖ്. അപ്പോ ഫിഅൽ എവിടെയാണ്? ഫിഅൽ ഏതാണ്? അല്ല, ഫിഅൽ ഏതാണെന്ന്. അയ്യ നൗമിൻ തനാമു എന്നതിന്റെ ഫിഅൽ ഏതാണ്? തനാമു ആണ്. അയ്യ എന്താണ്, എന്തുകൊണ്ടാണ് ഇപ്പൊ മുമ്പേ പറഞ്ഞത്? ചോദ്യത്തിന്റെ വാക്കാകും. യഥാർത്ഥത്തിൽ ഇവിടെ മഫ്ഊല് മുഖദ്ദമാണ്. മുഖദ്ദമായിട്ടാണ് മഫ്ഊല് വന്നിരിക്കുന്നത്. മഫ്ഊല് മുത്തലഖാണ്. പിന്നെ നൗമിന്റെ ഇനമാണ് പറയുന്നത്. നൗം അവിടെ ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. മസ്ദർ അവിടെ ഉണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ മഫ്ഊല് മുത്തലഖായിട്ട് വരുന്നത് അയ്യാണ്. പിന്നെ അയ്യനോട് ഇളാഫത്ത് ചെയ്തിട്ടുണ്ട്. അയ്യനറിയാം. കുല്ല് ബാദ് അയ്യന്റെ ഒക്കെ ശേഷം ഇളാഫത്തായിട്ടാണ് വരിക. അയ്യനോമിൻ. അപ്പൊ എന്ത് ഉറക്കമാണ് ഉറങ്ങുന്നത്. അതേപോലെ തന്നെ ഖദ് യനൂബു എന്ന് പറഞ്ഞതിൽ അവലാണ് കുല്ല് ബാദ് അയ്യ്. ഖദ് യനൂബു അനിൽ മസ്ദരി മാ യദുല്ലു അലൈഹി ഫയുഅത ഹുക്മഹു ഫി കൗനിഹി മൻസൂബൻ അല അന്നഹു മഫ്ഊൽ മുത്ലഖുൻ മിൻഹ. അതിൽപ്പെട്ടതാണ്, എല്ലാം പറയുന്നില്ല കേട്ടോ. മിൻഹ അതിൽപ്പെട്ടതാണ് അവലൻ കുല്ലു ബാദ് അയ്യ്, ഒന്നാമതായി കുല്ലു ബാദ് അയ്യ്. ശാനിയൻ രണ്ടാമത് എന്ത് പറഞ്ഞു? അദദുഹു. എന്ത് വരും? അദദുഹു എന്ന് പറഞ്ഞാൽ അതത് എന്ന് തന്നെ ആയിരിക്കില്ല വരുന്നത്. മറിച്ച് എന്താ? ആ മുത്തലഖിന്റെ എണ്ണമായിരിക്കും വരിക. ആ ഫിഅലിന്റെ എണ്ണം വരും. ഫിഅലിന്റെ എണ്ണം വരും. നഹ്വ് ഇനി പറയുന്നത് പോലെ. നഹ്വ് എന്ന് പറഞ്ഞാൽ സിമിലർ ടു ഓർ ലൈക്ക്. സുർത്തുഹു സലാസ സിയാറാത്തിൻ. സുർത്തുഹു സലാസ സിയാറാത്തിൻ.
സലാസ് എന്തായിട്ടാണ് വന്നിരിക്കുന്നത്? ആണ്. എന്തുകൊണ്ടാ? അതിന്റെ അതത് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ സുർത്തുഹു എന്നതിന്റെ ക്രിയാധാതു സിയാറത്ത് അവിടെ ഉണ്ട്. പക്ഷെ സിയാറത്ത് മുലാഫിൻ ഇലൈഹി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒറിജിനലിൽ മുത്തലക്കിന്റെ സ്ഥാനത്ത് വന്നിരിക്കുന്നത് സലാസാണ്, അതതാണ് വന്നിരിക്കുന്നത്. അപ്പൊ അതിന് മഫൂൽ മുത്തലക്കിന്റെ അടയാളം കൊടുക്കും, അതിന്റെ സ്ഥാനത്ത് വന്നതുകൊണ്ട്, അതിന്റെ സ്ഥാനത്ത് നായിബായിട്ട് വന്നതുകൊണ്ട്. അതുകൊണ്ടാണ് സലാസിന് അടയാളം കൊടുത്തത്, നെസ്ബ് കൊടുത്തത്. അതേപോലെ ദറബത്തുഹു ഇശ്രീന ദർബത്തൻ, ഇശ്രീനയ്ക്ക് എങ്ങനെയാണ് നെസ്ബ് ചെയ്തത്? ഈന കൊണ്ട് നെസ്ബ് ചെയ്തു, യാ കൊണ്ട് നെസ്ബ് ചെയ്തു. ഇശ്രീന അല്ലെങ്കിൽ ഇഷ്റൂൻ എന്നാണ്, ഇഷ്റൂൻ എന്നാണ്. അപ്പൊ ദറബത്തുഹു ഇശ്രീന ദർബത്തൻ, ഞാൻ എന്ത് ചെയ്തു? ഇശ്രീന ദർബത്തൻ. അപ്പൊ ദർബത്തിന് എന്തുകൊണ്ടാ നസ്ബ് വന്നത്? ഇശ്രീനയ്ക്ക് ഇലാഫത്ത് ചെയ്യുമ്പോഴത്തേക്ക് നസ്ബാ വരിക? അയ്യോ അല്ല, അവിടെ ഇശ്രീനയ്ക്ക് അതത് വരുമ്പോൾ തമീസ് ആയിട്ടാണ് വരുന്നത്. ഇശ്രീനയുടെ അതത് വരുമ്പോഴത്തേക്കും മാദൂദ് തമീസ് ആയിട്ടാണ് വരുന്നത്. ഇശ്രീന ദർബത്തൻ തമീസ് ആയിട്ടാണ് വരുന്നത്. എന്നിട്ട് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്, എണ്ണം വരുമ്പോ ഇശ്രീന വരുമ്പോഴേ ദർബത്തൻ, അടിയാൽ 20 എണ്ണത്തെ അടിച്ചു. അപ്പൊ മഫൂൽ മുത്തലക്ക് ഇശ്രീനയാണ്, അത് ദർബത്തിന്റെ നായിബായിട്ടാണ് വന്നിരിക്കുന്നത്, മുത്തലക്കിന്റെ നായിബായിട്ടാണ് വന്നിരിക്കുന്നത്. മുത്തലക്ക് അവിടെ അതത് വന്നത് കൊണ്ട് തമീസ് ആയിട്ടാണ് വരുന്നത്. അപ്പൊ അതത് വരും എന്നതിന്റെ ഉദാഹരണമാണ് ആ പറഞ്ഞത്. 3 സിഫത്ത് വരും. സിഫത്ത് എന്താ? വിശേഷണം. അപ്പോ നഹ്വി പറയും പോലെ ഫഹിംതു ദർസ ജയ്യിദൻ, ഫഹിംതു ദർസ ജയ്യിദൻ എന്ന് പറയുന്നിടത്ത് ഫഹിംതു ദർസ യഥാർത്ഥത്തിൽ ഐ ഫഹ്മൻ ജയ്യിദൻ എന്നാണ്. എങ്ങനെയുള്ള ഗ്രാഹ്യമാണ്? നന്നായിട്ടുള്ള ഗ്രാഹ്യമാണ്, ഫഹ്മൻ ജയ്യിദൻ. അപ്പൊ ഫഹിംതു ദർസ ജയ്യിദൻ എന്ന് മാത്രമേ പറയേണ്ടതുള്ളൂ, എന്ന് മാത്രം പറഞ്ഞാൽ മതി. അപ്പൊ എന്താണ്? നേരത്തെ പറഞ്ഞ പോലുള്ള മസ്ദർ അവിടെ മറിഞ്ഞിട്ടുണ്ടാകും. അതായത് നല്ല ഗ്രാഹ്യം, ഞാൻ നന്നായി മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ, ഞാൻ ജയ്യിദൻ എന്ന് പറഞ്ഞാൽ ഞാൻ നന്നായി, ഫഹിംതു ദർസ ജയ്യിദൻ എന്ന് പറഞ്ഞാൽ പാഠം നന്നായി ഗ്രഹിച്ചു എന്ന് പറഞ്ഞാൽ നല്ല ഗ്രാഹ്യം ഗ്രഹിച്ചു എന്നാണ് അർത്ഥം. ദർസ ജയ്യിദൻ. അപ്പൊ ജയ്യിദൻ എന്ന് പറയുന്നത് അതിന്റെ സിഫത്താണ് ഇവിടെ ഇതായിട്ട് വന്നിരിക്കുന്നത്, നായിബായിട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ജയ്യിദൻ മഫ്ഊൽ മുത്തലഖിന്റെ സ്ഥാനത്താണ് ചെയ്തിരിക്കുന്നത്, നസ്ബ് കൊടുത്ത് വെച്ചിരിക്കുന്നത്. റാബിഅൻ ഇസ്മുൽ മസ്ദർ. ഉദാഹരണം കല്ലംതു കലാമൻ. അപ്പൊ നമ്മള് അസ്സബ്തുഹു അസാബൻ യുഅസിബുഹു അല്ലാഹു അസാബൻ. അപ്പൊ എന്താ? മസ്ദർ അല്ല, പക്ഷേ മസ്ദറിന് പകരമായിട്ടുള്ള നാമമാണ് വന്നത്. കല്ലംതു തക്ലീമൻ എന്നല്ലേ വരേണ്ടത്? ഇസ്മുൽ മസ്ദരി ഇസ്മുൻ യദുല്ലു അലാമ യദുല്ലു അലൈഹിൽ മസ്ദർ. ഇസ്മുൽ മസ്ദർ, അതിന്റെ ഇസ്മുൽ മസ്ദർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മാഹിയ ഇസ്മുൽ മസ്ദർ, അതിന്റെ നിർവചനമാണ്, ഡെഫിനിഷനാണ് ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത്. ഇസ്മുൽ മസ്ദരി ഇസ്മുൻ, അതൊരു ഇസ്മാണ്. യദുല്ലു അലാമ യദുല്ലു അലൈഹിൽ മസ്ദർ, ക്രിയാധാതുവിനെ അറിയിക്കുന്നതായ ഒരു പദമാണ്. യദുല്ലു, അത് അറിയിക്കും. ഇതിനു മുമ്പ് വന്നിട്ടുണ്ടല്ലോ യദുല്ലുവിന്റെ രൂപഭേദം എന്തെങ്കിലും ഖുർആനിൽ വായിച്ചിട്ടുണ്ടോ? എന്താണ്? ഹൽ അദുല്ലുക്കും
അലാ തിജാറത്തിൻ തുഞ്ചീക്കും മിൻ അദാബിൻ അലീം. അതേപോലെ പല സ്ഥലങ്ങളിലും അല്ലദുല്ലുക്കും വന്നിട്ടുണ്ട്. അല്ലദുല്ലുക്കും. അപ്പൊ യദുല്ലുവിന്റെ കൽപ്പനക്രിയ എന്തായിരിക്കും? ദുല്ല. ഹദീസിൽ വന്നിട്ടുണ്ട് ദുല്ലനി അലാ ഖൈറിൻ. എനിക്കൊരു നല്ല കാര്യം പറഞ്ഞു തരുമെന്ന് സഹാബി വന്നിട്ട് ചോദിക്കുന്ന കാര്യം പറയുന്നത്. ദുല്ലനി അലാ ഖൈറിൻ. അപ്പൊ ഹൽ അദില്ലുക്കും അല്ല, ഇവിടെ എന്താണ്? ഇസ്മുൻ, അതൊരു നാമമാണ്. ഇസ്മുൽ മസ്ദർ എന്ന് പറഞ്ഞാൽ അതൊരു നാമമാണ്. യദുല്ലു അലാമ യദുല്ലു അലൈഹിൽ മസ്ദർ. ആ നാമം എന്തിനെ അറിയിക്കും? ക്രിയാധാതു എന്താണോ റിസൾട്ട് തരുന്നത് ആ റിസൾട്ടിനെ അറിയിക്കും. യദുല്ലു, ആ നാമം അറിയിക്കും. അലാമ യദുല്ലു അലൈഹിൽ മസ്ദർ, ക്രിയാധാതു അറിയിക്കുന്നത് എന്താണോ അത്. അപ്പൊ ക്രിയാധാതുവിന്റെ ആശയത്തിലുള്ള നാമം അതാണ് നമ്മള് കല്ലമല്ലാഹു മൂസ പറഞ്ഞത് തക്ലീമ എന്ന് തന്നെയാണ് പറഞ്ഞത്. കല്ലംത് കലാമൻ എന്ന് പറഞ്ഞപ്പോ എന്താ പറഞ്ഞത്? കല്ലമയുടെ അറിയിക്കുന്ന, അത് തക്ലീമിനെ അറിയിക്കുന്നതായ ഒരു നാമമാണ് കലാം. അത് അസാബിന്റെ കാര്യത്തിൽ താജീബ് എന്നെവിടെ പറഞ്ഞിട്ടില്ല ഖുറാനിൽ. പറഞ്ഞിരിക്കുന്നതെല്ലാം അസാബ്, യുഅസിബുഹുല്ലാഹുൽ അസാബൽ അക്ബർ. എന്താ താജീബിന് പകരം അസാബാണോ എന്ന്? എപ്പോ എന്ന് പറഞ്ഞാൽ അതിനെ അറിയിക്കുന്നതായ ഒരു നാമം. വലാകിൻ ഹുറൂഫുഹു അഖല്ലു മിൻഹു. അപ്പൊ അത് അറിയിക്കുന്നതായ ഒരു നാമമായിരിക്കും. പക്ഷേ ഇതിന്റെ അക്ഷരങ്ങൾ എന്തായിരിക്കും? ഇസ്മുൽ മസ്ദറിന്റെ അക്ഷരങ്ങൾ ഹുറൂഫുഹു അഖല്ലു മിൻഹു, അതിലെ അക്ഷരങ്ങൾ അതിന്റെ ഒറിജിനൽ മസ്ദറിനേക്കാളും കുറവായിരിക്കും. അഖല്ലു മിൻഹു. ഫത്തവദ്ദഉ നമ്മള് പറയുമല്ലോ, തവദ്ദഅ യതവദ്ദഉ, തദക്കറ യതദക്കറുവിന്റെ ഗ്രൂപ്പാണ്. അപ്പൊ അതിന്റെ ക്രിയാധാതു എന്തായിരിക്കും? തവദ്ദഅ. തവദ്ദഅ കേട്ടിട്ടുണ്ടോ? ആ, തവദ്ദഅ എന്താണ് അർത്ഥം? വുളൂ ചെയ്തു. തവദ്ദഅ വുളൂ ചെയ്തു. ഹദീസിലൊക്കെ വന്നിരിക്കുന്നത് അങ്ങനെയാണ്. ഫതവദ്ദഅ, തവദ്ദഅ യതവദ്ദഉ, വുളൂ ചെയ്തു. അപ്പോ തവദ്ദഅ എന്നത് തദക്കർ ഗ്രൂപ്പാണ്. അപ്പൊ അതിന്റെ ക്രിയാധാതു എന്തായിരിക്കും? തവദ്ദു എന്നായിരിക്കും. ഫത്തവദ്ദഉ, ഇപ്പൊ പറഞ്ഞ തവദ്ദു മസ്ദറുൻ, അത് ക്രിയാധാതുവാണ്. വൽ വുദൂഉ ഇസ്മു മസ്ദരിൻ. നമ്മൾ സാധാരണ വുദു എന്ന് പറയുന്നത് എന്താണ്? ഇസ്മു മസ്ദർ, മസ്ദറിന് പകരം ഉപയോഗിക്കുന്ന നാമമാണ്. വത്തഖ്ബീലു മസ്ദറുൻ. തഖ്ബീലു, ഖബ്ബല യുഖബ്ബിലു, തഖ്ബീൽ. അല്ല, ഖബ്ബല അല്ല, തഖബ്ബല യതഖബ്ബലു, തഖ്ബീൽ. തഖബ്ബല യതഖബ്ബലു, തഖ്ബീൽ. തഖ്ബീലു മസ്ദറുൻ. തഖ്ബീൽ എന്ന് പറയുന്നത് എന്താണ്? ക്രിയാധാതുവാണ്. വൽ ഖുബ്ലതു ഇസ്മു മസ്ദർ. ഖുബ്ലത്ത് എന്താണ്? അതിന്റെ മസ്ദറാണ്. അല്ല, മസ്ദറിന് പകരമുള്ള നാമമാണ്. തഖബ്ബല അറിഞ്ഞൂടെ? തഖബ്ബല നമ്മള് തഖബ്ബലല്ലാഹ് എന്ന് പറയൂലേ? എന്താ അർത്ഥം? സ്വീകരിച്ചു. തഖബ്ബല. അപ്പൊ എന്താണ് അത്? തഖബ്ബല, തഖ്ബീൽ എന്താണ്? അതിന്റെ ക്രിയാധാതുവാണ്. പക്ഷേ ഖുബ്ലത്ത് അതിന് പകരം ഉപയോഗിക്കുന്ന നാമമാണ്. തദക്കറ ഗ്രൂപ്പാണ്. പക്ഷെ തഖ്ബീൽ എന്നാണ് അതിന് ക്രിയാധാതു ഉണ്ട്.
കബ്ബലയുടെയും തക്ബീലല്ലേ തസ്ബീഹ് പോലെ. സോറി, തദക്കറയല്ല. എന്താണ്? കബ്ബലയാണ്. കബ്ബലയാണ്. തദക്കറയാണെങ്കിൽ എന്ത് വരും? തക്കബ്ബലയാണെങ്കിൽ തക്കബുൽ. തക്കബുലാണ് വരിക. അപ്പോ കബ്ബല യുക്കബ്ബിലു കുബുലത്തുൻ. തക്ബീൽ എന്ന് പറയും, തസ്ബീഹ് എന്ന് പറയുന്നത് പോലെ തക്ബീൽ എന്നാണ് അതിന്റെ ക്രിയാതാത് വരിക. അപ്പൊ അതിന് പകരം എന്ത് പറയും? കുബുലത്ത് എന്ന് പറയും. വൽഖാമിസ്, അപ്പൊ ഇസ്മു മസ്ദർ വരും. വൽഖാമിസ്, അഞ്ചാമതായി മസ്ദറുൻ യുലാഖീഹി ഫിൽ ഇസ്തിഖാഖ്. മസ്ദറുൻ, മസ്ദർ, മറ്റൊരു മസ്ദർ വരും. മസ്ദറുൻ യുലാഖീഹി ഫിൽ ഇസ്തിഖാഖ്. അതുമായി യോജിച്ച് വരുന്നതാണ്. എങ്ങനെ? ഫിൽ ഇസ്തിഖാഖ്. ഇസ്തിഖാഖ് എന്താ? ഇഷ്തക്ക എന്ന് പറഞ്ഞാൽ വേർതിരിഞ്ഞു വരിക. ഇഷ്ടക്ക, ശക്ക, പിളർന്നു. ഇഷ്ടക്ക, അതിൽ നിന്നും വേർതിരിഞ്ഞു വരിക. അപ്പൊ ഒരു ബേസിക് വേർഡ് ഉണ്ടെങ്കിൽ ആ ബേസിക് വേർഡിൽ നിന്നും വേർതിരിഞ്ഞു വരുന്ന മറ്റൊരു പദം യുലാഖിഹി. ലക്കിയ, ലാക്ക, യുലാക്കിയ. ലാക്ക കണ്ടുമുട്ടി, ചേർന്ന് വരും എന്നർത്ഥം. മസ്ദറുൻ യുലാഖീഹി ഫിൽ ഇസ്തിഖാഖ്. അപ്പൊ എന്താണ് ഇസ്തിഖാഖ് എന്ന് പറഞ്ഞാൽ? അടിസ്ഥാന പദത്തിൽ നിന്നും വേർപിരിഞ്ഞു വരൽ. അപ്പൊ അടിസ്ഥാന പദത്തിൽ നിന്നും വേർപിരിഞ്ഞു വരുന്ന ഘടനയിൽ നോക്കിയാൽ അതുമായി യോജിച്ചു വരും. അങ്ങനെയാണ് തഖബ്ബല, സോറി, തബത്തലയുമായി വന്നപ്പോഴ് തബത്തൽ എന്താണ്? തബത്തല എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും ഒഴിവാവുകയും എല്ലാത്തിൽ നിന്നും പൂർണ്ണമായും ഒഴിവാകുകയും ദൈവത്തിലേക്ക് അടുക്കുകയും സാമീപ്യം നേടുകയും ചെയ്യുന്നതിനാണ് തബത്തല എന്ന് പറയുന്നത്. അള്ളാഹുമായി സാമീപ്യം നേടുകയും ബാക്കി എല്ലാത്തിൽ നിന്നും വേർപിരിയുകയും ചെയ്യുക. സൂറത്ത് മുസ്സമ്മിലല്ലേ പറഞ്ഞത്? അവിടെ ഉണ്ട്. വതബത്തൽ ഇലൈഹി തബ്തീല. തബത്തൽ ഇലൈഹി തബ്തീല. അവനോട് എന്ത് ചെയ്യുക? സാമീപ്യം നേടുക. എങ്ങനെ സാമീപ്യം നേടണം? അയാൾ തബ്തീല് പറഞ്ഞത് തബത്തല. അപ്പൊ തബത്തല നേരത്തെ പറഞ്ഞ തക്കബ്ബല വരുമ്പോ തക്കബ്ബലയാണ് വരുന്നതെങ്കിൽ എന്തായിരിക്കും വരിക? ക്രിയാധാതു തക്കബുൽ എന്നാണ്. തദക്കറ, തദക്കുർ എന്നാണ് വരേണ്ടത്. തബത്തലയുടെ തബത്തുൽ എന്നാണ് വരേണ്ടത്. അതേസമയം തബ്തീൽ എന്നാണ് വന്നിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അതുമായി യോജിച്ചു വരും ഇസ്തിഖാഖ്. അതിന്റെ അടിസ്ഥാന പദങ്ങളും ഇതിന്റെ അടിസ്ഥാന പദങ്ങളും ഒന്ന് തന്നെ ആയിരിക്കും ചുരുക്കം. പക്ഷെ വേറൊരു ഘടനയിലാണ് മസ്ദർ വന്നിരിക്കുന്നത്. മസ്ദറുൻ യുലാഖീഹി ഫിൽ ഇസ്തിഖാഖ്. ബേസിക് വേർഡിൽ നിന്നും വേർപിരിഞ്ഞു വരിക എന്ന തത്വത്തിൽ ഒന്നായിരിക്കും. എന്ന് പറഞ്ഞാൽ ബേസിക് വേർഡ് രണ്ടും ഒന്നായിരിക്കും എന്നാണ്. അല്ലെങ്കിൽ ഇസ്മുൽ ഇഷാറത്തി. അപ്പൊ ഇത് എങ്ങനെ വന്നാലും എന്തായിരിക്കും? എന്താ പറയാ? മഫ്ഊല് മുത്ലഖായിരിക്കും. മഫ്ഊല് മുത്ലഖായിരിക്കും. ഇസ്മുൽ ഇഷാറ അല്ലെങ്കിൽ എന്ത് വരും? ഇസ്മുൽ ഇഷാറ വരും. ഇസ്മുൽ ഇഷാറ എന്താ? ഇഷാറ കേട്ടിട്ടുണ്ടോ ഗൾഫുകാര്? ഇഷാറ എന്താണ്? ഗൾഫിൽ എന്താ ഇഷാറയ്ക്ക് പറയാ? എന്താണ് ഇഷാറ? എന്താ ഇഷാറ എന്ന് കേട്ടിട്ടേ ഇല്ല. നിങ്ങൾ അവിടെ കംപ്ലീറ്റ് ഇംഗ്ലീഷാ ഉപയോഗിക്കുന്നത്. അതാ കുഴപ്പം. യുവനിക്കാരെല്ലാം കംപ്ലീറ്റ് കേട്ടില്ല. വിസയാണ്. ഇഷാറ എന്ന് പറഞ്ഞാൽ വിസയല്ല, അത് തൈഷീറയാണ്. വിസ, ഇഷാറ എന്ന് പറഞ്ഞാൽ സിഗ്നൽ. അത് കേട്ടിട്ടില്ലേ? ഇഷാറ കംപ്ലീറ്റ് യു എയിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഇംഗ്ലീഷാണ് ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ
കമ്പനിയിലെ സ്റ്റാഫുകളും അധികവും നോൺ അറബ്സ് ആയിരിക്കും. നമ്മൾ ഈ ചാൻസ് ഉപയോഗപ്പെടുത്തി എന്ത് ചെയ്യണം, അറബികളുമായി ബന്ധം സ്ഥാപിക്കാനുള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്തണം. അറബികളെ കണ്ടുമുട്ടാനും അവരുമായി ബന്ധം സ്ഥാപിക്കാനും ഒക്കെയുള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്തണം, കണ്ടെത്തുകയും അത് അങ്ങനെയുള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുകയും ചെയ്യണം. എങ്കിലേ നമ്മൾ അവിടെ പോയി നിന്ന് വർക്ക് ചെയ്തതിന്റെ ഉപയോഗമുള്ളൂ. മലയാളത്തിൽ ഇഷാറത്താക്കുന്നു, അങ്ങനെ പറയുമോ? അങ്ങനെ ഒരു അവിടെ കണ്ടാവും ഇഷാറത്താക്ക. മലബാറിലൊക്കെ കാണും. അതെ അതെ. നമ്മളവിടെ അങ്ങനെ ഉപയോഗിച്ച് കേട്ടിട്ടില്ല. ഇഷാറ എന്ന് പറഞ്ഞാൽ സൂചിപ്പിക്കുക, സൂചന. അപ്പൊ ഇവിടെ എന്താ പറയുക, ഇസ്മുൽ ഇഷാറ. ഇസ്മുൽ ഇഷാറ എന്ന് പറയുമ്പോൾ എന്താ നമ്മൾ പഠിച്ചത്? ഹാദാ, ഹാദിഹി, ദാലിക, ഉലായിക, തിൽക, ഹാ ഉലായി, ഇതെല്ലാം എന്താണ്? അസ്മാ ഉൽ ഇഷാറയാണ്. നമ്മൾ പറഞ്ഞത് ഡെമോൺസ്ട്രേറ്റീവ് പ്രോനോൺ എന്ന് പറയും, അല്ലെങ്കിൽ ഇൻഡിക്കേറ്റീവ് പ്രോനോൺ എന്ന് പറയും. മലയാളത്തിൽ എന്താ പറഞ്ഞത് നമ്മള്? സൂചക സർവനാമങ്ങൾ. സൂചക സർവനാമങ്ങൾ എന്ന് മലയാളത്തിൽ നമ്മൾ പേര് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് ഇസ്മുൽ ഇഷാറയാണ് കേട്ടോ. ഇസ്മുൽ ഇഷാറ നമ്മള് ഒന്നാമത്തെ ദുറൂസുൽ ലുഗത്തുൽ അറബിയയിൽ ഒന്നാമത്തെ ഭാഗത്ത് പഠിച്ചിട്ടുണ്ടാവും. ഇസ്മുൽ ഇഷാറ, അതിന്റെ ബഹുവചനം അസ്മാ ഉൽ ഇഷാറ, ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗൺസ്. ഒന്നാം ഭാഗം കയ്യിലുള്ളവരെടുത്ത് നോക്കിയാൽ മതി, അതിലുണ്ടാവും അസ്മാ ഉൽ ഇഷാറ. ഉണ്ട്. നഹ്വ്, അതസ്തഖ്ബിലുനി ഹാദൽ ഇസ്തിഖ്ബാൽ, അതസ്തഖ്ബിലുനി ഹാദൽ ഇസ്തിഖ്ബാൽ. എന്താർത്ഥം? ഈ സ്വീകരണത്തിൽ നീ എന്നെ സ്വീകരിക്കുമോ എന്ന്, അല്ലെങ്കിൽ ഈ റിസപ്ഷനിൽ നീ എന്നെ സ്വീകരിക്കുമോ എന്ന്. ഓക്കെ, അപ്പൊ എന്ത് വന്നു? ആ തസ്തഖ്ബിലുനി, ഇസ്തഖ്ബലയുടെ എന്താണ്? ഇസ്തഖ്ബലയ്ക്ക് പകരം ഇസ്തഖ്ബലയുടെ ക്രിയാധാത് നേരത്തെ ഇവിടെ വന്നു. നേരത്തെ നമ്മൾ കുല്ല് അയ്യ ബാദൊക്കെ പറഞ്ഞതുപോലെ വന്നിട്ടുണ്ട്. പക്ഷേ മഫ്ഊൽ ബിഹിയുടെ സ്ഥാനത്ത് എന്താ വന്നിരിക്കുന്നത്? ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗൺ വന്നത്, ഹാദയാണ് വന്നിരിക്കുന്നത്. ഹാദ, ഹാദൽ ഇസ്തിഖ്ബാൽ. അപ്പൊ ഹാദ എന്താണ്? നസ്ബ് ചെയ്യപ്പെട്ടിട്ടാ ഉള്ളത്, ഹാദയുടെ ഫത്തഹ അല്ല അത്. നസ്ബിന്റെ അടയാളം ഇവിടെ ഹാദയ്ക്കുള്ള ഫത്തഹ അല്ല, ഹാദ മബിനിയാണ്. അത് നസ്ബ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, നസ്ബ് ചെയ്യപ്പെട്ട സ്ഥാനത്താണ് ഉള്ളത്. അത് എപ്പോഴും ഹാദ തന്നെയായിരിക്കും ഉണ്ടാവുക. ഹാദ മസ്കുലിനാണെങ്കിൽ ഹാദായിരിക്കും, സ്ത്രീലിംഗമാണെങ്കിൽ ഹാദികയായിരിക്കും, അല്ലാതെ ഫത്തഹും കസ്റും മാറില്ല. അപ്പൊ ഹാദ മബിനിയാണ്. അത് എന്താണ്? നസ്ബിന്റെ സ്ഥാനത്താണ്, മറഞ്ഞ രീതിയിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്? നസ്ബ് ചെയ്തിരിക്കുന്നത്. അപ്പൊ തസ്തഖ്ബിലുനി ഹാദൽ ഇസ്തിഖ്ബാൽ. ഇസ്തിഖ്ബാൽ അവിടെ ഉണ്ട്, പക്ഷേ മഫ്ഊലിന്റെ സ്ഥാനത്ത് എന്താ വന്നിരിക്കുന്നത്? ഹാദയാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഹാദൽ ഇസ്തിഖ്ബാൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ ഹാദ എന്നത് മഫ്ഊൽ മുത്ലഖായിട്ട് ആണ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞത്. സാബിഅൻ ലമീറുഹുൽ ആയിദു ഇലൈഹി. ലമീറുഹുൽ ആയിദു ഇലൈഹി. ആയിദ് എന്താണ്? ആദ യഊദു എന്ന് പറഞ്ഞതാ മടങ്ങി. മടങ്ങി. ലമീറുഹു എന്ന് പറഞ്ഞാൽ അതിന്റെ സർവനാമം. ലമീറുഹു എന്ന് പറഞ്ഞാൽ മഫ്ഊൽ മുത്ലഖിന്റെ സർവനാമം, മസ്ദറിന്റെ സർവനാമം. മസ്ദറിനെ ലമീറുഹു അതിന്റെ സർവനാമം, അൽ ആയിദു ഇലൈഹി അതിലേക്ക് മടങ്ങുന്നതായ. ഉദാഹരണം, ഇജ്തഹത്തു. ജിത്തഹത്ത് പറയുമ്പോൾ ദാലും താങ്കളും ചേർത്ത് ഷെത്ത് കൊടുത്താ പറയേണ്ടത്. ജിത്തഹത്തു ഇജ്തിഹാദൻ ലം യജ്തഹിദുഹു ഗൈരി. ലം യജ്തഹിദുഹു ഗൈരി.
അപ്പൊ ഇജിത്തഹത്തു ജിത്തിഹാദൻ, ഞാൻ ജിത്തിഹാദ് നടത്തി. ലം യജിത്തഹിദുഹു, അപ്പൊ ഇവിടെ എന്താണ്? മഫ്ഊൽ മുത്തലഖ് തന്നെയാണ്. മഫ്ഊൽ മുത്തലഖ് കഴിഞ്ഞിട്ട് പിന്നെ എന്തുണ്ട്? ലം യജിത്തഹിദ് ഹു, അതും എന്താണ്? മഫ്ഊൽ മുത്തലഖാണ്. ലം, അപ്പൊ എങ്ങനെ അതിന്റെ മഫ്ഊൽ മുത്തലഖായത്? ആദ്യം പറഞ്ഞ ഇജ്തിഹാദിന്റെ മഫ്ഊൽ എന്താണ്? ഇജ്തിഹാദൻ എന്ന് പറഞ്ഞ ക്രിയാധാതു തന്നെയാണ്, മഫ്ഊൽ മുത്തലഖ് തന്നെയാണ്. പിന്നീട് വന്നിട്ട് വീണ്ടും യജ്തഹിദ് വന്നിട്ടില്ലേ? ഇജ്തിഹാദ യജ്തഹിദ്. രണ്ടാമതൊന്ന് യജ്തഹിദിന്റെ മഫ്ഊൽ ഏതാണ്? ഹു ആണ്. ലം യജ്തഹിദ് ഹു. നേരത്തെ പറഞ്ഞ ക്രിയാധാതുവിലേക്ക് മടങ്ങുന്നത്. വമീറുഹുൽ ആഇദു ഇലൈഹി, അതിലേക്ക് മടങ്ങുന്ന ക്രിയാധാതു. അപ്പൊ ഹു ആണ് അവിടെ എന്ത്? മഫ്ഊൽ മുത്തലഖ്. ഗൈരി, അപ്പൊ എന്താ അർത്ഥം? ജിത്തഹത്തു, ഞാൻ ജിത്തിഹാദ് ചെയ്തു. ജിത്തിഹാദ് ചെയ്തു. ഇജ്തിഹാദൻ എന്താണ്? ഇജ്തിഹാദ് പഠന പരീക്ഷണം, എന്താ പറയാ, ഗവേഷണം, തീവ്രയത്നം. മുജ്തഹിദ് എന്ന് പറയല്ലോ, താലിബുൽ മുജ്തഹിദിൻ എന്ന് പറഞ്ഞല്ലോ, തീവ്ര പരിശ്രമം ചെയ്യുന്ന സ്റ്റുഡന്റ് ആണ്. അതേപോലെ ഇജ്തിഹാദിന് ഗവേഷണം നടത്തിയെന്ന് അർത്ഥമുണ്ട്. അപ്പൊ മുജ്തഹിദ് എന്ന് പറഞ്ഞാൽ ഗവേഷകൻ, ഗവേഷകൻ, സയന്റിസ്റ്റ്. നമ്മളെ സയന്റിസ്റ്റ് എന്ന് പറയുമ്പോൾ സയൻസ് പഠിക്കുന്ന ആൾക്കാണ് സയന്റിസ്റ്റ് എന്ന് പറയുന്നത്. ഇജ്തിഹാദ് എന്ന് പറയുമ്പോൾ ഇസ്ലാമിക വീക്ഷണത്തിൽ ഇജ്തിഹാദ് എന്ന് പറഞ്ഞാൽ വ്യക്തമായി ഹദീസും ഖുർആനും പറഞ്ഞിട്ടില്ലാത്ത വിഷയങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യണം? പണ്ഡിതൻ ഇജ്തിഹാദ് ചെയ്യണം. അതിനാണ് ഇജ്തിഹാദ് എന്ന് പറയുന്നത്. താലിബുൽ മുജ്തഹിദ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അത് സിമ്പിൾ മീനിങ് ആണ്, പരിശ്രമശാലിയായ സ്റ്റുഡന്റ് എന്ന അർത്ഥമേ ഉള്ളൂ. ഇവിടെ ഒരുപക്ഷെ ആ രീതിയിലായിരിക്കാം വന്നിരിക്കുന്നത്. ഇജ്തഹത്തു ജിത്തിഹാദൻ, ഞാൻ തീവ്ര പരിശ്രമം നടത്തി. ജിത്തിഹാദൻ ലം യജ്തഹിദുഹു ഗൈരി, അതേപോലെ ആരും തീവ്ര പരിശ്രമം ചെയ്തിട്ടില്ല. അതേസമയം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു വിഷയമാണ്, നമ്മൾ ദീനി വിജ്ഞാനത്തിലായതുകൊണ്ട് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു വിഷയമാണ്. മുജ്തഹിദ് എന്ന് പറഞ്ഞാൽ ഗവേഷകൻ, ഗവേഷക പണ്ഡിതൻ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ഫത്വ നൽകാൻ പറ്റിയ ആള്. ഇപ്പൊ എല്ലാവരും ഫത്വ പറയുന്ന ആൾക്കാരാണ്. എല്ലാവരും ഉടനെ തന്നെ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടിയ സർട്ടിഫിക്കറ്റ് കൊണ്ട് എല്ലാവരും ഫത്വ പറയുന്നവരാണ്. ഫത്വ പറയുന്നവർക്കൊക്കെ എന്തുകൊണ്ട്? നിബന്ധനയുണ്ട്. യഥാർത്ഥത്തിൽ അവർ എത്ര ഹദീസ് പഠിച്ചിരിക്കണം, എത്ര ഖുർആൻ പഠിച്ചിരിക്കണം, അങ്ങനെയൊക്കെയുള്ള. അപ്പൊ അങ്ങനെ ഖുർആനിലും ഹദീസിലും സുവ്യക്തമായി പറഞ്ഞിട്ടില്ലാത്ത വിഷയങ്ങളെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഒരു നിരീക്ഷണം ഉണ്ടായിത്തീരും, ഉരുത്തിരിഞ്ഞു വരും. അതിനാണ് അങ്ങനെ ഇജ്തിഹാദ് ചെയ്യുന്ന ആൾക്കാണ് മുജ്തഹിദ് എന്ന് പറയുന്നത്. അയാൾ എന്ത് ചെയ്യണം? ഇജ്തിഹാദ് ചെയ്യണം. ഓക്കെ, ഇപ്പൊ ഈ ഇജ്തഹത്തു ഇജ്തിഹാദൻ ലം യജ്തഹിദുഹു ഗൈരി, ഞാനല്ലാത്ത ആരും അത്രയും ഇജ്തിഹാദ് ചെയ്തിട്ടുണ്ടാവില്ല. അങ്ങനെ ഇജ്തിഹാദ് ചെയ്തിട്ട് ഒരാള് ഒരു തീരുമാനത്തിൽ എത്തിയാലാണ് അയാൾക്ക് 2 കൂലി കിട്ടുന്നത്. അല്ല, ആ ഇജ്തിഹാദ് ചെയ്താൽ അയാള് ശരിയായിട്ടുണ്ടെങ്കിൽ 2 കൂലിയും, തെറ്റായിട്ടുണ്ടെങ്കിൽ 1 കൂലിയും കിട്ടുന്നതാണ്. ഇജ്തിഹാദ് ചെയ്തതിന്റെ കൂലിയും കിട്ടും, ശരിയായതിന്റെ കൂലിയും കിട്ടും. ശരിയായിട്ടുണ്ടെങ്കിൽ, തെറ്റായിട്ടുണ്ടെങ്കിൽ ഇജ്തിഹാദ് ചെയ്തതിന്റെ കൂലിയായി കിട്ടും. അയാള് യഥാർത്ഥ മുജ്തഹിദ് ആയിരിക്കണം. അയാൾക്ക് ഉറപ്പുണ്ടായിരിക്കണം ഇതിന് വിരുദ്ധമായ ഒരു ഹദീസ് വന്നിട്ടില്ല എന്ന്
അയാൾക്ക് ഉറപ്പുണ്ടാകണം. അതേസമയം ഞാൻ പഠിച്ച ഹദീസുകൾ വെച്ചുകൊണ്ട് ഇങ്ങനെയാണ് ഹദീസ് വന്നിരിക്കുന്നത് വെച്ചുകൊണ്ട് ഹദീസല്ലേ വേറെ ഒരു ഹദീസ് വന്നിട്ടില്ല എന്ന് പറയും. അത് ഖുറാനിലുള്ളതാകുമ്പോൾ അയാൾ കംപ്ലീറ്റ് പഠിച്ചിരിക്കണം. ഖുറാൻ കംപ്ലീറ്റ് പഠിച്ചിരിക്കണം, ഹദീസ് കംപ്ലീറ്റ് പഠിച്ചിരിക്കണം. അതിന് വിരുദ്ധമായി, ഞാൻ പറയുന്നതിന് വിരുദ്ധമായ ഒരു ഹദീസ് വന്നിട്ടില്ല എന്ന് അയാൾക്ക് ഉറപ്പുണ്ടാകണം. അങ്ങനെ വരുമ്പോഴാണ് അയാൾ യഥാർത്ഥത്തിൽ ദീനിൽ മുജിത്തഹിദാവുന്നത്. ഓക്കെ. സമാനിയ മുറാദിഫുഹു. മുറാദിഫ് എന്താണ്? പര്യായ പദം. മുറാദിഫ് പര്യായ പദം. ഇഷ്തുവിന്റെ അർത്ഥം എന്താ? ജീവിച്ചു. ഖുറാനിൽ എന്താ വന്നിരിക്കുന്ന ഇഷ്തുവിന്റെ രൂപഭേദം? എന്താ വന്നിരിക്കുന്നത്? ഖുറാനിൽ വന്നിരിക്കുന്ന ആയത്ത് പറയും. ഐഷത്തൻ റാദിയൻ. വേറെ വആശ ഫീഹിം അൽഫ സനത്തിൻ ഇല്ലാ 50 ആമൻ. നബി അലൈഹി സ്വലാം 950 വർഷം ജീവിച്ചെന്ന് പറഞ്ഞു. അത് അപ്പോ ഇഷ്തു എന്നുള്ളത് എന്താണ്? ജീവിച്ചു എന്നത് ഞാൻ ജീവിച്ചു. ഇഷ്തു ഞാൻ ജീവിച്ചു. അതെന്താണ്? അതിന്റെ പര്യായ പദമാണ് ക്രിയാധാതുവായിട്ട് വന്നിരിക്കുന്നത്. അപ്പോഴും അതും എന്താണ്? മഫ്ഊല് മുത്തലഖാണ്. ഇഷ്തു ഹയാത്തൻ സഈദത്തൻ. അത് പറയേണ്ടത് ഇഷ്തു ഐഷത്തൻ സഈദത്തൻ എന്നാ പറയേണ്ടത്. അതിന് പകരം ഹയാത്തൻ സഈദത്തൻ എന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ പര്യായ പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഹയ്യ എന്ന പദമാണ് അതിന്റെ ക്രിയാധാതുവാണ് ഹയാത്തായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ആണ് ഇവിടെ ഇഷ്തുവിന്റെ കൂടെ മഫ്ഊല് മുത്തലഖായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ അപ്പോ മിൻഹായാണ് ഇവിടെ എന്ത് പറഞ്ഞു? മിൻഹ അത് യനൂബുൽ മസ്ദറു അനിൽ മസ്ദരി മാ യദുല്ലു അലൈഹി. അപ്പൊ അതിനെ അറിയിക്കുന്നതായ മറ്റൊരു പദം വരും എന്നാണ് പറഞ്ഞത്. അപ്പൊ അത് ഒന്ന് കുല്ലുബാദ് അയ്യാകാം, അല്ലെങ്കിൽ അതത് അതിന്റെ എണ്ണമാകാം. ഏതിന്റെ എണ്ണം? ക്രിയാധാതുവിന്റെ അല്ല ക്രിയയുടെ എണ്ണമാകാം. സിഫത്തുഹു ആ ക്രിയയുടെ വിശേഷണമാകാം. ഇസ്മുൽ മസ്ദരി അതിനെ സൂചിപ്പിക്കുന്ന ആ ക്രിയാധാതുവിന് പകരം വരുന്ന നാമമാകാം. അതേപോലെ മസ്ദറുൻ യുലാഖിഹി ഫിൽ ഇഷ്തിഖാഖി വേർപിരിഞ്ഞു വരുന്ന സംഗതിയിൽ അടിസ്ഥാന പദങ്ങൾ രണ്ടും ഒന്നാകാം. ഇതേ അടിസ്ഥാന പദത്തിലുള്ള മറ്റൊരു പദം വരാം. പിന്നെ ഉള്ളത് ഇസ്മുൽ ഇഷാറ ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗൺസ് ഹാദ ഹാദിഹി പോലെ ദാലിക ഉലായിക പോലുള്ള പദങ്ങൾ വരാം. പിന്നെ ലമീറുൻ നാഇദു ഇലൈഹി അതിലേക്ക് മടങ്ങുന്നതായ ഒരു സർവനാമം വരാം. പിന്നീട് അതിന്റെ പര്യായ പദം വരാം. മുറാദിഫുഹു എന്ന് പറഞ്ഞു. അതേപോലെ യജൂസു ഹസ്ഫു ആമിലിൽ മഫ്ഊലിൽ മുതലഖി അദ്ദാലി അലൻ നൗഇ വൽ അദദി. യജൂസു എന്താണ്? അനുവദനീയമാകും. ഹസ്ഫ് എന്താ പറഞ്ഞു? അവോയ്ഡ് ചെയ്യും. അത് നമ്മൾ 2ാം പാഠത്തിൽ തന്നെ പഠിച്ചിട്ടുണ്ടായിരിക്കും. 2-ൽ അല്ലെങ്കിൽ 3-ൽ പഠിച്ചിട്ടുണ്ടാവും. ഹസ്ഫ് ഒഴിവാക്കൽ. യജൂസു ഹസ്ഫ് ഒഴിവാക്കൽ എന്താകും? അനുവദനീയമാകും. ആമിലിൽ മഫ്ഊലി അൽ മുത്തലഖ് മഫ്ഊലുൽ മുത്തലഖിന്റെ ആമിലിനെ, ആമിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ പഠിച്ച രീതിയിലാണെങ്കിൽ ക്രിയ. മഫ്ഊൽ ബിഹി വരുന്നത് ഫിഅല് മുൻകടക്കുമ്പോഴാണല്ലോ മഫ്ഊൽ ബിഹി വരുന്നത്. ഫിഅല് വന്നു കഴിയുമ്പോൾ മഫ്ഊൽ ബിഹി വരും. അപ്പൊ അങ്ങനെയുള്ള മഫ്ഊൽ ബിഹി വരാനുള്ള കാരണം എന്താണ്? മഫ്ഊൽ ബിഹിക്ക് നസ്ബ് കൊടുക്കുന്നത് ആരാണ്? ഫായിലാണ്. അതിനാണ് ആമിൽ എന്ന് പറയുന്നത്. അമൽ ചെയ്യുന്നത്, അമൽ എന്ന് പറയുന്നത് ഇവിടെ നമ്മളിപ്പം പറയുന്ന അമൽ എന്ന് പറയുന്നത് നസ്ബ് ചെയ്യുക എന്നതാണ് അമൽ. മഫ്ഊൽ ബിഹിക്ക് 10 കൊടുക്കുക എന്നതാണ് അമൽ. ആ അമൽ ചെയ്യുന്ന ആരാണ്? ഫിഅലാണ്, ക്രിയയാണ്. അങ്ങനെയുള്ള ആമിലിനെ, ആ ഫിഅലിനെ ഒഴിവാക്കൽ അനുവദനീയമാകും.
അൽ ആമിലിൽ മഫ്ഊലിൽ മുത്തലഖി, മഫ്ഊലിൽ മുത്തലഖിന് നസ്ബ് കൊടുക്കുന്ന ആമിലിനെ ഒഴിവാക്കൽ അനുവദനീയമാകും, ആ ഫിഅലിനെ ഒഴിവാക്കൽ അനുവദനീയമാകും. എങ്ങനെയുള്ള മഫ്ഊൽ മുത്തലഖാണ്? അൽ മഫ്ഊലുൽ മുത്തലഖി അദ്ദാലി അല നൗഇ വൽ അദദി. അദ്ദാലി, ദാൽ എന്താണ്? ദാലിന്റെ മാറി എന്താണ്? ദല്ല. അപ്പൊ ദാല് അറിയിക്കുന്നതായ അല നൗഇ വൽ അദദി, ഇനത്തെയും എണ്ണത്തെയും അറിയിക്കുന്ന ക്രിയാധാതു ആണ് അവിടെ വരേണ്ടതെങ്കിൽ ആ ക്രിയാധാതുവിന് നസ്ബ് കൊടുക്കുന്ന ആമിലിനെ ഒഴിവാക്കൽ അനുവദനീയമാകും, ഫിഅലിനെ ഒഴിവാക്കൽ അനുവദനീയമാകും. മഫ്ഊൽ മുത്തലഖ് എങ്ങനെയാണെങ്കിൽ അതിന്റെ ഇനത്തെയോ എണ്ണത്തെയോ വ്യക്തമാക്കുന്നതാണെങ്കിൽ നോക്കാം. നഹ്വ് ഖുദൂമൻ മുബാറക്കൻ, ഖുദൂമൻ മുബാറക്കൻ. അപ്പൊ എന്താണ് ഖുദൂം? എന്താ ഖുദൂമിന്റെ ഫീൽ മാളി എന്താ? ഖദിമ, വന്നു, ആഗമിച്ചു, ആഗതനായി. ഖുദൂമൻ മുബാറക്കൻ എന്ന് പറഞ്ഞു. ഖുദൂമൻ മുബാറക്കൻ എന്ന് പറഞ്ഞപ്പോൾ ഖുദൂം എന്ന് പറയുന്നത് ക്രിയാധാതുവാണ്. അപ്പൊ അതെന്താണ്? മഫ്ഊൽ മുത്തലഖായിട്ടാണ് വന്നിരിക്കുന്നത്. അതിന്റെ ഫിഅലിനെ, അതിന് മഫ്ഊൽ മുത്തലഖിന് നസ്ബ് കൊടുക്കുന്ന ആമിൽ എന്ന് പറയുന്നത് ഫിഅലാണ്. ആ ആമിലിനെ ഒഴിവാക്കി. കാരണം എന്താണ്? അതിന്റെ നൗഅ് വന്ന് പറഞ്ഞിട്ടുണ്ട്. ഖുദൂമിന്റെ നൗഅ്, ആഗമനത്തിന്റെ ഇനം എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആഗമനത്തിന്റെ ഇനം എങ്ങനെയാണ്? മുബാറക്, ആദരണീയമായ അല്ലെങ്കിൽ അനുഗ്രഹീതമായ ആഗമനം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അനുഗ്രഹീതമായ എന്ന അതിന്റെ ഇനത്തെ സൂചിപ്പിക്കുന്ന അതിന്റെ ഇനം പറഞ്ഞിട്ടുള്ളത് കൊണ്ട് അതിന്റെ കരിമ എന്ന വാക്ക് ഉപയോഗിക്കേണ്ടതില്ല, ഫേൽ ഉപയോഗിക്കേണ്ടതില്ല. ഇപ്പം ഖുദൂമൻ മുബാറക്കൻ നമ്മൾ ഒരാളോട് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഖദിംത ഖുദൂമൻ മുബാറക്കൻ എന്നാണ്. നീ ആഗതനായിരിക്കുന്നു. ഖുദൂമൻ മുബാറക്കൻ, അനുഗ്രഹീതമായ ആഗമനം. അപ്പോ അതേപോലെയാണ് നമ്മൾ ഓരോ പദങ്ങളും ആശംസിക്കുന്നത്. ഖുദൂമൻ മുബാറക്കൻ, അഹ്ലൻ വസഹ്ലൻ എന്നൊക്കെ പറയില്ലേ. അവിടെയൊക്കെ എന്തുണ്ട്? ഫിഅല് ഒഴിവാക്കൽ അനുവദനീയമായിട്ടുണ്ട്. കാരണം അതിന്റെ ഇനം പറഞ്ഞിട്ടുള്ളത് കൊണ്ട്. ഇനി നിങ്ങൾക്ക് പണി വരെയാണ്. ഇസ്തഖ്രിജ് മിന ദർസി അംസിലത്തൽ മഫ്ഊലിൽ മുത്തലഖി. ഇസ്തഖ്രിജ് മിന ദർസി അംസിലത്തൽ മഫ്ഊലിൽ മുത്തലഖി. മഫ്ഊൽ മുത്തലഖിന്റെ ഉദാഹരണങ്ങൾ പാഠത്തിൽ നിന്നും ഇസ്തഖ്രിജ്. എന്ത് ചെയ്യണം? ഇസ്തഖ്രിജിന്റെ അർത്ഥം എന്താ? പുറത്തെടുക്കണം. വമാ നാബ അനിൽ മസ്ദരി, മസ്ദറിന് പകരം വന്നതിനെയും പുറത്തെടുക്കണം. വമാ നാബ, പകരം വന്നത്, അനിൽ മസ്ദരി, ക്രിയാധാതുവിന് പകരം വന്നതിനെയും പുറത്തെടുക്കണം. വദ്കുർ നൗഅഹു ഫീ കുല്ലി മിൻഹാ, അതിന്റെ ഇനത്തെയും പുറത്തെടുക്കണം. പുറത്തെടുത്തിട്ട് എഴുതിയിട്ട് വേണം കേട്ടാ ഗ്രൂപ്പിൽ. ഓക്കെ, എഴുതിയിട്ടില്ലോ? ഇൻഷാ അല്ലാഹ്. അറബികൾ പറഞ്ഞ ഇൻഷാ അല്ലാഹ് എന്തായാലും ആവില്ല. അറബികളോട് ശമ്പളം കൂടി തരണം എന്ന് പറയാൻ എന്താ പറയാ? ഇൻഷാ അല്ലാഹ്. അപ്പൊ നമ്മൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് എന്ത് ചോദിക്കും? സാറ് പറഞ്ഞിരുന്നല്ലോ ശമ്പളം കൂടി തരാമെന്ന്. അപ്പൊ നമ്മൾ ഓഫർ, യു ഹാവ് ഓഫേർഡ് മീ ഓർ യു അഷ്വർഡ് മീ ഓർ യു സെഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നോ ഐ ഡിഡ് നോട്ട് ഓഫർ, ഐ ഡിഡ് നോട്ട് സേ എന്ന് പറയും. ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറയും. ഇൻഷാ അല്ലാഹ് എന്ന് പറയും. ഇൻഷാ അല്ലാഹ് എന്ന് പറയും. ഇൻഷാ അല്ലാഹ്.
അപ്പൊ അതേപോലെ ആകരുത്, എഴുതിയിട്ട് കണ്ടുപിടിച്ചിടണം. റാബിയ എന്താ? നൊക്കത്തുർ റാബിയാണ്, 4-ാമത്തെ പോയിന്റ് അല്ലെങ്കിൽ 4-ാമത്തെ എക്സസൈസ്. ഒന്നിലെന്താ പറഞ്ഞത്? ഒന്ന് ചോദ്യം, രണ്ടാമത് വറദ ഫി ഹാദ ദർസി അംസലത്തൻ ലിൽ മഫ്ഊൽ മുത്തലഖി, മഫ്ഊൽ മുത്തലഖിന്റെ ഇനങ്ങൾ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് മഫ്ഊൽ മുത്തലഖിന്റെ വിശദീകരണമാണ് പിന്നീട് പറഞ്ഞത്. മൂന്നാമത്തെ എക്സസൈസ് കണ്ടെത്താൻ പറഞ്ഞു. നാലാമത്തേത് അയ്യിനിൽ മഫ്ഊലൽ മുത്തലഖി അൽ മഫ്ഊലൽ മുത്തലഖ ഫീമാ യഅതി, തുടർന്ന് വരുന്നതിൽ നിന്നും എന്ത് ചെയ്യണം? മഫ്ഊൽ മുത്തലഖിനെ പോയിന്റ് ഔട്ട് ചെയ്യണം. വദ്കുർ നൗഅഹു, അതിന്റെ ഇനത്തെയും പറയണം. അല്ലവൽ യാ അയ്യുഹല്ലദീന ആമനു ഉദ്കുറുല്ലാഹ ദിക്റൻ കസീറാ. ഇതാ പറഞ്ഞിരിക്കുന്നത് ഏതാ മഫ്ഊൽ മുത്തലഖ്? ദിക്റാണ് മഫ്ഊൽ മുത്തലഖ്. പിന്നെ എന്തിനാണ് ദിക്റിനെ പറഞ്ഞിരിക്കുന്നത്? കസീർ പറയാൻ വേണ്ടിയാണ്. കല്ലമല്ലാഹു മൂസ അല്ല, അല്ല, അവിടെ മഫ്ഊൽ മുത്തലഖ് തന്നെയാണ്, വേറെ ഒന്നും പറയാനില്ല. ഉസ്കുറുല്ലാഹ ദിക്റൻ, ഉസ്കുറു ദക്റ യസ്കുറുൻ ദക്റ, അതുകൊണ്ടോ ദിക്ർ വന്നില്ല. الثاني سألني الطالب سؤال النحويين. അപ്പൊ സഅലനി ഇതൊക്കെ റിയാദാതുവാണെന്ത്? സുആൽ. നഹ്വിയ്യൻ എന്താണ് മീനിങ്? എന്താ നഹ്വിയ്യൻ എന്ന് പറഞ്ഞാൽ ഗ്രമേറിയൻസ്. നഹ്വിയ്യു എന്ന് പറഞ്ഞാൽ ഗ്രമേറിയൻ, ഗ്രാമർ വിദഗ്ധന്മാർ. അതേപോലെ ഫഅജബ്തുഹു ഇജാബത്തൽ മുഫസ്സിരീൻ, അജബ്തുഹു ഇജാബത്തൽ മുഫസ്സിരീൻ. അജബ്തു ഇജാബത്തൻ. ഇജാബത്ത് എന്താണ്? മഫ്ഊൽ മുത്തലഖാണ്. الثالث والله أنبتكم من الأرض نباتا. ഓക്കെ. വല്ലാഹു അംബതകും മിനൽ അർദി നബാതൻ. അപ്പൊ എന്താ വരിക? നബാത്ത് എന്തിനം മഫ്ഊൽ മുത്തലഖാണ്? അൻബത്തയിലെ ക്രിയാധാതു ആണോ ശരിക്കും നബാത്ത്? അല്ല. അപ്പൊ എന്താണ് അവിടെ? ഇസ്മു മസ്ദർ. അതിന് പകരം വന്നിരിക്കുന്ന അതിനേക്കാൾ കുറഞ്ഞ പദത്തിലുള്ള നാമമാണ് വന്നിരിക്കുന്നത്. അല്ലാഹു അംബതകും മിനൽ അർദി നബാതൻ. നിങ്ങളെ ഭൂമിയിൽ നിന്നും, അങ്ങനെ അള്ളാഹു നിങ്ങളെ ഭൂമിയിൽ നിന്നും ഉൽപ്പാദിപ്പിച്ചു. എന്തുൽപ്പാദിപ്പിച്ചു? ഇൻബാതൻ. അൻബതകും മിനൽ അർദി ഇൻബാതൻ.
ഭൂമിയിൽ നിന്നും നിങ്ങൾക്ക് എന്ത് ചെയ്തിരിക്കുന്നു? നന്നായി ഉൽപ്പാദിപ്പിച്ച് തന്നിരിക്കുന്നു എന്നാണ്. മഫ്ഊലും മുത്തലക്കാണ്. സോറി, ഉൽപ്പാദിപ്പിച്ച് തന്നിരിക്കുന്നു എന്നല്ല. നിങ്ങൾ എന്ത് ചെയ്തു? അമ്പത്തക്കും മിനൽ നബാത്തിൽ എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ നിന്നും അള്ളാഹു നിങ്ങളെ ഉൽപ്പിച്ചു അല്ലെങ്കിൽ സൃഷ്ടിച്ചു. സുമ്മ യുഈദുക്കും ഫീഹ വയുഖ്രിജുക്കും ഇഖ്റാജൻ. സുമ്മ യുഈദുക്കും ഫീഹ, പിന്നീട് നിങ്ങളെ അതിലേക്ക് മടക്കും. വയുഖ്രിജുക്കും, നിങ്ങൾ എന്ത് ചെയ്യും? പുറത്തെടുക്കും. പുറത്തുകൊണ്ടുവരും. ഇഖ്റാജൻ. അപ്പൊ ഇഖ്റാജ് എന്താണ്? ഇഖ്റാജ് മഫ്ഊലും മുത്തലഖ്. അഖ്റജ യുഖ്രിജുവിന്റെ ക്രിയാധാതു ഇഖ്റാജ്. الرابع وتأكلون التراث أكلا لما. أكلا لما എന്താണ്? തഅക്കലൂനയുടെ ക്രിയാധാതുവാണ് അക്കല്. അതേസമയം വതുഹിബ്ബൂനൽ മാല ഹുബ്ബൻ ജമ്മൻ എന്ന് പറഞ്ഞിടത്ത് എന്താണ്? തുഹിബ്ബൂനയുടെ ക്രിയാധാതു എന്താ വരേണ്ടത്? തുഹിബ്ബൂനയുടെ ക്രിയാധാതു എന്താ? അഹബ്ബ യുഹിബ്ബു. ക്രിയാധാതു എന്താ വരേണ്ടത്? ഇഹ്ബാബ്. നിങ്ങൾ പണ്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇഹ്ബാബ് എന്നാണ് ക്രിയാധാതു. അതിന് പകരം എന്താ ഉപയോഗിച്ചിരിക്കുന്നത്? അതിന് പകരം വന്ന യസ്മുൽ മസ്തർ ആണ് ഉപയോഗിച്ചത്. യസ്മുൽ മസ്തർ അതിൽ കുറഞ്ഞിട്ടുള്ള, അതിന്റെ അർത്ഥത്തിലുള്ള നാമമാണ്. മസ്ദറിന്റെ അർത്ഥത്തിലുള്ള നാമമാണ്. അതിൽ കുറഞ്ഞ അക്ഷരങ്ങളുള്ള, അതിനേക്കാൾ കുറഞ്ഞ അക്ഷരങ്ങളുള്ള നാമം. ഹബ്ബൻ ജമ്മൻ. അൽ ഖാമിസ് സജദ്തു സജദത്തൈനി. സജദ്തു സജദത്തൈനി എന്ന് പറഞ്ഞപ്പോ എന്താണ്? അദദാണ്. അദദ് മഫ്ഊൽ മുത്തലഖ് അദദായിട്ടാണ് വന്നിരിക്കുന്നത്. السادس ثم إني أعلنت لهم وأسررت لهم إسرارا. അവിടെ എന്താണ്? എന്താ അർത്ഥം ശരിക്കും? ثم إني أعلنت لهم وأسررت لهم إسرارا. ഈ ആയത്ത് വായിച്ചിട്ടുള്ള ആരുണ്ട്? ആരും വായിച്ചിട്ടില്ല. സൂറത്ത് നൂഹ് എഴുതിയിട്ടുണ്ട്. قال ربي إني دعوت قومي ليلا ونهارا فلم يزدهم دعائي إلا فرارا إني دعوتهم جهارا എന്ന് പറഞ്ഞിരിക്കുന്നത്. സുമ്മ ഇന്നി അഅലൻതു ലഹും, അവരെ ഞാൻ വിളിക്കാണ്ട് ഒരുപാട് പല രീതിയിലും വിളിച്ചെന്ന് പറഞ്ഞല്ലോ. എന്നിട്ട് പിന്നെ പറഞ്ഞു സുമ്മ ഇന്നി അഅലൻതു ലഹും, അവരെ ഞാൻ എന്ത് ചെയ്തു? ഉറക്ക വിളിച്ചു, പരസ്യമായി വിളിച്ചു എന്ന് പറഞ്ഞാൽ മയക്ക് കെട്ടി പ്രസംഗിച്ചു. സുമ്മ ഇന്നി അഅലൻതു ലഹും, അവരെ അഅലന വെളിവാക്കി അല്ലെങ്കിൽ പരസ്യപ്പെടുത്തി. അസ്റർതു സിറാക്കി, രഹസ്യമാക്കി. അസറ യുസിറു, രഹസ്യമാക്കി. അസ്റർതു ലഹും ഇസ്റാറൻ. അപ്പൊ അസ്റർത്തുവിന്റെ ക്രിയാധാതുവാണ് ഇസ്റാർ, മഫ്ഊലും മുത്തലഖ്. വഖാല ഷാഇർ. ഷാഇർ ആരാണ്? അല്ല, അത് ഷാഹിറാണ്. ഷഹീറാണ് പ്രസിദ്ധൻ. ഷാഇർ കവി. വഖാല ഷാഇറു, കവി പറഞ്ഞു ഫസബ്റൻ ഫീ മജാലിൽ മൗതി സബ്റൻ ഫമാ നൈലുൽ ജുലൂദി ബിമുസ്തതാഇൻ. ഫസബ്റൻ ഫീ മജാലിൽ മൗതി സബ്റൻ. ഫസബ്റൻ ഫീ മജാലിൽ മൗതി സബ്റൻ എന്താണ്? എന്ത് തരം ക്രിയാധാതുവാണ്? എന്ത് തരം മഫ്ഊൽ ബിഹിയാണ്?
അവസാനം നമ്മൾ പറഞ്ഞില്ലേ അതിന് പകരം വന്നത് പേര് പറഞ്ഞത് മുറാദിഫ് അല്ല, യജൂസ് ഹദ്ഫ് പറഞ്ഞില്ലേ. അപ്പൊ മഫൂൽ അതിന്റെ ഫേല് ഒഴിവാക്കി. എന്തുകൊണ്ടാണ് ഒഴിവാക്കിയത്? അതിനെ പറയുന്ന നൗഅ് പറഞ്ഞിട്ടുണ്ട്, അതിന്റെ ഇനം പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ആമിലിനെ ഒഴിവാക്കി. അതിന്റെ ഫിഅലിനെ ഒഴിവാക്കിയതാണ് ആ പറഞ്ഞത്. എന്താ പറഞ്ഞത്? ഇവിടെ ഫിഅലില്ലല്ലോ, കവി പറഞ്ഞതിൽ ഫിഅലില്ല. സബറൻ ഫീ മജാലിൽ മൗത്തി സബറൻ. അപ്പൊ സഹിക്കുക, സഹനം എന്നാണ് പറയുന്നത്, സബറൻ. അപ്പോ അസ്ബിറു സബറൻ എന്നല്ല എന്നാണ് വരേണ്ടത്. പക്ഷെ അസ്ബിറു പറഞ്ഞില്ല, സബറൻ ഫീ മജാലിൽ മൗത്തി. അപ്പോ ക്രിയാത ഒഴിവാക്കിയതിന്റെ ക്രിയ ഒഴിവാക്കിയതിന്റെ ഉദാഹരണമാണ്. ഫമാ നൈലുൽ ഖുലൂദി ബിമുസ്തതാഇൻ. ഖുലൂദ് എന്താ? ഖുലൂദ് ശാശ്വതമാകൽ. ഖലദ യഖ്ലുദു ഖുലൂദ്. ഖാലിദ് ഖാലിദീൻ. ഖുലൂദ് വന്നിട്ടില്ലേ ഖുർആനില്? ഖുലൂദ് ശാശ്വതം, നൈരന്തര്യം. ഫമാ നൈലുൽ ഖുലൂദി ബിമുസ്തതാഇൻ. ഖുലൂദ് ആകുന്നത് എന്താ? നെയ്ലെന്താ? നെയ്ല് നേട്ടം. ഫമാ നൈലുൽ ഖുലൂദി ബിമുസ്തതാഇൻ. എന്നെന്നും ജീവിക്കൽ എന്തല്ല? സാധ്യമല്ല. ഫമാ നൈലുൽ ഖുലൂദി ബിമുസ്തതാഇൻ. ഖുലൂദ് നേടൽ എന്തല്ല? ബിമുസ്തതാഇൻ, കഴിവിൽപ്പെട്ടതല്ല. അതുകൊണ്ട് മരണത്തിന് വേണ്ടി എന്ത് ചെയ്യുക? സബറൻ. എന്തായിരുന്നാലും ഇവിടെ അസ്ബർ സബറൻ എന്നോ അല്ലെങ്കിൽ ഈസ്ബിർ നീ ക്ഷമിക്കുക എന്നോ എന്തല്ല ഒന്നും വന്നിട്ടില്ല, ക്രിയ വന്നിട്ടില്ല. മറിച്ച് സബറൻ സഹനം എന്ന് മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോ അതിന്റെ ഇനം, സബറിന്റെ ഇനം ഈ മജാലുൽ മൗത്തിനെ കുറിച്ച് പറഞ്ഞത് കൊണ്ട് എന്താണ് ഇസ്ബിർ എന്നോ അല്ലെങ്കിൽ അസ്ബിർ എന്നോ ഉള്ള ക്രിയ ഒഴിവാക്കിയിരിക്കുകയാണ്. ഒഴിവാക്കൽ അനുവദനീയമാണ്, യജൂസാണ്. അതേപോലെ ഹജ്ജൻ മബ്റൂറൻ. എന്താണത്? നമ്മളൊരാൾ ഹജ്ജ് ചെയ്തിട്ട് വന്നാൽ എന്താ പറയേണ്ടത്? ഹജ്ജൻ മബ്റൂറൻ വസഅയൻ മഷ്കൂറൻ വദംബൻ മഗ്ഫൂറൻ. ഇങ്ങനെയൊക്കെയാണ് പറയേണ്ടത് അവർക്ക്. നമുക്ക് ആകെ തഖബ്ബലല്ലാഹ് മാത്രമേ അറിയാവൂ. ഇതൊക്കെയാണ് പറയേണ്ടത്. അപ്പോ ഹജ്ജ് ചെയ്ത ആളുകൾ പറയേണ്ടത് ഹജ്ജൻ മബ്റൂറൻ. അപ്പം അതെന്താണ്? ആശംസയായിട്ടാണ് വന്നിരിക്കുന്നത്. ജഅലല്ലാഹു ഹജ്ജക ഹജ്ജൻ മബ്റൂറൻ. ഹജ്ജജിത ഹജ്ജൻ മബ്റൂറൻ. ഹജ്ജജിത ഹജ്ജൻ മബ്റൂറൻ എന്ന് പറഞ്ഞാൽ മഫ്ഊൽ മുതലക്കിന്റെ സ്ഥാനം വരുള്ളൂ. ഹജ്ജജിത്ത, നീ ഹജ്ജ് ചെയ്തു, ഹജ്ജൻ മബ്റൂറൻ, പുണ്യകരമായ ഹജ്ജ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്ത ഹജ്ജ് ആക്കട്ടെ എന്ന ആശംസയാണ്. പക്ഷെ നമ്മള് മാളി ആയിട്ടുള്ള പ്രയോഗമായിട്ടാണ് വരിക. അപ്പൊ ഹജ്ജൻ മബ്റൂറൻ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അവിടെ
ആരാണ് നെസ്ബ് ചെയ്തത്? നെസ്ബ് ചെയ്ത ആളിനെ കളഞ്ഞു. കാരണം എന്താണ്? അതിന്റെ ഇനം വ്യക്തമാക്കിയിട്ടുണ്ട്. മബ്റൂറായത് എന്ന് വ്യക്തമാക്കിയിട്ടുള്ളത് കൊണ്ട് എന്ത് ചെയ്തിട്ടില്ല? ഫേല് പറഞ്ഞിട്ടില്ല. ഒരെണ്ണം കൂടെ ഉണ്ട് നിർത്തുന്നതിന് മുമ്പ്. തലൽ ഇമാമു തിലാവത്തൻ ജമീലത്തൻ. അപ്പോ തലൽ ഇമാമു തിലാവത്തൻ ജമീലത്തൻ എന്താണ്? തിലാവത്തൻ ജമീലത്തൻ. ക്രിയാധാതു വന്നിട്ടുണ്ട്. തിലാവത്ത് എന്നുള്ള ക്രിയാധാതു വന്നിട്ടുണ്ട്. തലൽ ഇമാമു തിലാവത്തൻ. ഖുദൂമൻ മുബാറക്കൻ അല്ല, സിഫത്ത്. അതായത് സിഫത്താണ്, അതിന്റെ സിഫത്താണ്. പക്ഷെ ഇവിടെ എന്താണ്? മസ്ദർ തന്നെ വന്നിട്ടുണ്ട്, ക്രിയാധാതു തന്നെ വന്നിട്ടുണ്ട്. അപ്പൊ മസ്ദർ മുത്തലഖ് തന്നെയാണ്. തിലാവത്തൻ. ഓക്കെ. അവിടെ കേട്ടെ. അപ്പൊ എന്താ പറയുന്നത്? എങ്ങനെയുണ്ട് പഠനം? കൂടുതൽ പഠിക്കും തോറും കൂടുതൽ എന്തായിത്തീരുന്നുണ്ട്? കൂടുതൽ ഖുർആന്റെ ആശയം നമുക്ക് മനസ്സിലാവുന്നില്ലേ? തുറാസ അക്കിനൽ ലമ്മൻ ഹുബ്ബൻ ജമ്മൻ. അപ്പൊ എന്താ ഹിബ്ബുൽ മാല ഹുബ്ബൻ ജമ്മൻ എന്ന് പറഞ്ഞത്? ഇഹ്ബാബൻ ജമ്മൻ എന്ന് പറഞ്ഞിരിക്കുകയാണ്. പക്ഷെ എന്ത് ചെയ്തു? ഇഹ്ബാബൻ എന്ന അക്ഷരങ്ങൾ കൂടുതലുള്ള ക്രിയാധാതു ഉപയോഗിക്കുന്നതിന് പകരം അതിന്റെ ഇസ്മുൽ മസ്ദർ ഉപയോഗിച്ചിരിക്കുകയാണ്. ഓരോന്നും ആ രീതിയിൽ നമ്മൾ മനസ്സിലാക്കണം. ഓരോ പദങ്ങളും എങ്ങനെ ഉപയോഗിച്ചിരിക്കുന്നു. അസ്റത്തുലഹും ഇസ്റാറൻ. അപ്പൊ അവിടെ ക്രിയാധാതു തന്നെ വന്നിട്ടുണ്ട്. അപ്പൊ ആ രീതിയിൽ ഇത് നമ്മൾ ഉദാഹരണം ഇവിടെ പറഞ്ഞിട്ടില്ലെങ്കിൽ ആ ഉദാഹരണങ്ങൾ വരത്തക്ക രീതിയിലുള്ള ആയത്തുകൾ വേറെ ഉണ്ടാകും. നമ്മൾ ഖുർആൻ വായിക്കുമ്പോൾ ഓരോ പടി അകത്തേക്ക് ഇറങ്ങി പഠിക്കണം. അല്ലാഹു നമുക്കതിന് തൗഫീഖ് ചെയ്യട്ടെ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖി മുഹമ്മദ് വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇലൽ ലിഖാഇ ബിഇദ്നില്ലാഹ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. Thank you.